Good morning, students. How is your exams? I think you all perform your exams very well, and after that, we will continue our classes. So, today I'm going to take the continuation of the fourth chapter. All of you take your textbook. Okay, our next topic is magic tool. Okay, last class we studied line tools and paint tools. Today I'm going to take the next topic, that is magic tool. Okay, do you know what is magic tool? നിങ്ങൾക്ക് അറിയാമോ എന്താണ് മാജിക് ടൂൾ എന്ന്? അറിയാമോ? ഓക്കെ, നമുക്ക് നോക്കാം. ദ മാജിക് ടൂൾ ഈസ് എ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് ടെക്സ്റ്റ് പെയിൻറ്റ്. എന്താണ് മാജിക് ടൂൾ എന്ന് പറയുന്നത്? ടെക്സ്റ്റ് പെയിൻറ്റിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ്. ഓക്കെ, ഫീച്ചർ മീൻസ് ഒരു സ്പെഷ്യൽ ഫങ്ഷൻ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ദ മാജിക് ടൂൾ ഈസ് എ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് ടെക്സ്റ്റ് പെയിൻറ്റ്. ടെക്സ്റ്റ് പെയിൻറ്റിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് എന്തെന്ന് പറയുന്നത്? മാജിക് ടൂൾ എന്ന് പറയുന്നത്. വി യൂസ് ഇറ്റ് ടു ഡ്രോ ഓർ ആഡ് ഡിഫറെൻറ്റ് എഫക്ട്സ് ടു എ പിക്ചർ. അപ്പം നമ്മൾ മാജിക് ടൂൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ടു ഡ്രോ, വരയ്ക്കാനും, ഓർ ആഡ് ഡിഫറെൻറ്റ് എഫക്ട്സ് ടു എ പിക്ചറിലേക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എഫക്ട്സ് ആഡ് ചെയ്യാനും. മനസ്സിലായോ? അപ്പം നമ്മുടെ പിക്ചറിന് നമുക്ക് എഫക്ട്സുകൾ വേണം. അതായത് എക്സാമ്പിൾ നോക്കിയാൽ ഇപ്പം നിങ്ങൾ കുഞ്ഞുങ്ങളുടെ ഫോട്ടോസ് ചിലപ്പോൾ പേരൻസ് എടുത്തിട്ട് എഡിറ്റ് ചെയ്യാമെന്ന് പറയാം അല്ലേ? എഡിറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ കളർഫുൾ ആക്കുമോ, അല്ലെങ്കിൽ വേറെ എഫക്ട്സ് കൊടുത്തിട്ട് നമ്മൾ അത് കുറച്ചും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്യും അല്ലേ? എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളുടെ പിക്ചറിൽ, നമ്മൾ കൊടുക്കുന്ന പിക്ചറിന് കുറച്ചും കൂടെ എഫക്ട്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഫക്ട്സ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? മാജിക് ടൂള് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഹൗ ടു യൂസ് ദ മാജിക് ടൂൾ. ഇനി എങ്ങനെയാണ് മാജിക് ടൂൾ യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഓൺ ദ ടൂൾ ബാർ ക്ലിക്ക് ദ മാജിക് ടൂൾ. ആദ്യം എന്ത് ചെയ്യണം? ടൂൾ ബാറിൽ മാജിക് ടൂൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ദെൻ സെക്കൻഡ് എന്താണ്? പ്ലേസ് ദ കഴ്സർ ഇൻ ദ ഡ്രോയിങ് ഏരിയ. ദെൻ എന്ത് ചെയ്യണം? ആ ഡ്രോയിങ് ഏരിയയിലേക്ക് കഴ്സർ പ്ലേസ് ചെയ്യണം. അതായത് എവിടെയാണോ നമുക്ക് വരയ്ക്കേണ്ടത് അവിടേക്ക് കഴ്സർ കൊണ്ടുവെക്കണം. ദ കഴ്സർ ചേഞ്ചസ് ടു എ മാജിക് വാൻഡ്. ലെറ്റ് us നൗ ആഡ് ഡിഫറെൻറ്റ് എഫക്ട്സ് ടു അവർ ഡ്രോയിങ്. അപ്പോൾ കഴ്സർ എന്ത് ചേഞ്ച് ചെയ്യും? മാജിക് വാൻഡ് നോക്കിക്കേ, ഒരു ഇത് കണ്ടോ? ഒരു ബ്രഷ് പോലെ, ഏകദേശം ഒരു ബ്രഷ് മോഡൽ കണ്ടോ നിങ്ങൾ? അതാണ് മാജിക് വാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ കഴ്സർ എന്ത് ചെയ്യും? ദ കഴ്സർ ചേഞ്ചസ് ടു എ മാജിക് വാൻഡ്. മാജിക് വാൻഡിനെ എന്ത് ചെയ്യും? കഴ്സർ ചേഞ്ച് ചെയ്യും. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? എന്നിട്ട് ലെറ്റ് us നൗ ആഡ് ഡിഫറെൻറ്റ് എഫക്ട്സ് ടു അവർ ഡ്രോയിങ്. എന്നിട്ട് നമുക്ക് എന്ത് ആഡ് ചെയ്യാം? നമ്മുടെ ഡ്രോയിങ്ങിന്, നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള എഫക്ട്സുകൾ അതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ദ ഡിഫറെൻറ്റ് ബ്രഷസ്, അതിൻ്റെ അകത്ത് എന്തുണ്ട്? ഡിഫറെൻറ്റ് ബ്രഷസ് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പം ഈ മാജിക് ടൂളിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് എഫക്ട്സ് നമ്മുടെ ഡ്രോയിങ്ങിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിന് ഡിഫറെൻറ്റ് ബ്രഷസ് വേണം അല്ലേ? അപ്പം പലതരത്തിലുള്ള ബ്രഷസ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? ബ്രിസ്ക്. ഓക്കെ, ഫസ്റ്റ് വൺ ബ്രിസ്ക്, സെക്കൻഡ് വൺ ഫിൽ, തേർഡ് വൺ ഫിഷ് ഐ, ഫോർത്ത് വൺ ഗ്രാസ്, ആൻഡ് ഫിഫ്ത്ത് വൺ ബ്ലർ, ആൻഡ് ദെൻ എക്സെട്ര. അതിൽ കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പഠിക്കേണ്ടതായിട്ട് മെയിനായിട്ടുള്ള 3-5 ബ്രഷസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് എന്താണ്? ബ്രിക്സ്, സെക്കൻഡ് വൺ ഫിൽ, തേർഡ് വൺ ഫിഷ് ഐ, ഫോർത്ത് വൺ ഗ്രാസ്, ആൻഡ് ഫിഫ്ത്ത് വൺ ബ്ലർ. ഓക്കെ, അപ്പം മാജിക് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് പെയിൻറ്റിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ്. നമ്മൾ എന്തിനു വേണ്ടിയാണ് മാജിക് ടൂൾ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡ്രോ ഓർ ആഡ് ഡിഫറെൻറ്റ് എഫക്ട്സ് ടു എ പിക്ചർ. നമ്മുടെ പിക്ചറിലേക്ക് ഡിഫറെൻറ്റ് എഫക്ട്സ് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് വരയ്ക്കാനോ ഒക്കെ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മാജിക് ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പം മാജിക് ടൂൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ടൂൾ ബാറിൽ നിന്ന് മാജിക് ടൂൾ സെലക്ട് ചെയ്യണം. ദെൻ നമ്മുടെ ഡ്രോയിങ് ഏരിയയിൽ കഴ്സർ പ്ലേസ് ചെയ്യണം. ദെൻ ഈ കഴ്സർ എന്ത് ചെയ്യും? ഈ മാജിക് വാൻഡിനെ ചേഞ്ച് ചെയ്യും.
ഓക്കെ, അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ്ങിൽ ഡിഫറെൻറ്റ് എഫക്ട്സ് നമുക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് ബ്രഷസും കാര്യങ്ങളും ഉണ്ട്. അതിലുള്ള പല ബ്രഷസിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബ്രിക്സ്, ഫിൽ, ഫിഷ് ഐ, ഗ്രാസ്, ബ്ലർ. ഓക്കെ, ഇനി ഇത് ഓരോന്നും എന്തൊക്കെ എഫക്ട്സ് ആണ് നമ്മളിനി ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ പോവാണ്. ഫസ്റ്റ് വൺ എന്താണ്? ബ്രിസ്ക് എഫക്റ്റ്. ആദ്യം എന്താ പഠിക്കാൻ പോകുന്നത്? ബ്രിസ്ക് എഫക്റ്റ്. ബ്രിസ്ക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഫിൽസ് ദ പിക്ചർ വിത്ത് ബ്രിക്സ്. അതായത് ഇതെങ്ങനെ ഫില്ല് ചെയ്യുന്നു, അത് നമുക്ക് കൊടുത്തിരിക്കുന്ന പിക്ചറിനെ കംപ്ലീറ്റ് ബ്രിക്സ് യൂസ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. മനസ്സിലായോ? ബ്രിക്സ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബ്രിക്സ് എഫക്റ്റ് ഫിൽസ് ദ പിക്ചർ വിത്ത് ബ്രിക്സ്. അതായത് ബ്രിക്സ് കൊണ്ട് നമുക്ക് ആ പിക്ചേഴ്സിനെ ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഹൗ ടു യൂസ് ദ ബ്രിക്സ് എഫക്റ്റ്. ഇനി എങ്ങനെയാണ് ബ്രിക്സ് എഫക്റ്റ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓൺ ദി ടൂൾ ബാർ ക്ലിക്ക് ദ മാജിക് ടൂൾ. ആദ്യം എന്ത് ചെയ്യണം? ടൂൾ ബാറിൽ മാജിക് ടൂൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ദെൻ മാജിക് ടൂളിൽ ഓൺ ദി മാജിക് സബ് ടൂൾ ബാർ, മാജിക് ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എന്ത് വരും? അതിൻ്റെ സബായിട്ടുള്ള മെനു ഓപ്പൺ ആയിട്ട് വരും അല്ലേ? നമ്മുടെ റൈറ്റ് സൈഡിൽ പിക്ചർ കണ്ടോ? മാജിക് സബ് ടൂൾ ബാർ എന്ന് പറഞ്ഞ ഇതാണ്. അപ്പോൾ ഫസ്റ്റ് മാജിക് ടൂൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പം ഇതുപോലൊരു സബ് ടൂൾ ബാർ ഓപ്പൺ ആയിട്ട് വരും. ഈ സബ് ടൂൾ ബാറിൽ നിന്നും നമ്മൾ എന്ത് ക്ലിക്ക് ചെയ്യണം? ക്ലിക്ക് ബ്രിക്സ്. ബ്രിക്സ് എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ ആ ഒരു ഐക്കൺ നമ്മൾ സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ദെൻ place the cursor in the drawing area. The cursor changes to a magic wand. Then എന്ത് ചെയ്യുക? ഈ കേഴ്സർ നമ്മൾ നമ്മുടെ ഡ്രോയിങ് ഏരിയയിലേക്ക് പ്ലേസ് ചെയ്യുക, കൊണ്ടുവെക്കുക. അപ്പോൾ ഈ കേഴ്സർ എന്ത് ചേഞ്ച് ചെയ്യും? മാജിക് വാൻഡിനെ ചേഞ്ച് ചെയ്യും. ക്ലിയർ ആയോ? ചേഞ്ചസ് ടു എ മാജിക് വാൻഡ്. മാജിക് വാൻഡിലേക്ക് ചേഞ്ച് ചെയ്യും. ദെൻ പ്രസ് ദ ലെഫ്റ്റ് മൗസ് ബട്ടൺ ആൻഡ് ഡ്രാഗ് ടു ഫിൽ ദ റിക്വയർഡ് ഏരിയ. ദെൻ എന്ത് ചെയ്യുക? മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യാം. ശ്രദ്ധിച്ചേ, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ. മൗസിന് എത്ര ബട്ടണുണ്ട്? 2 ബട്ടണുണ്ട്. ലെഫ്റ്റ് ബട്ടണും ഉണ്ട്, റൈറ്റ് ബട്ടണും ഉണ്ട്. അതിൽ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യാം. ദെൻ ആൻഡ് ഡ്രാഗ് ടു ഫിൽ ദ റിക്വയർഡ് ഏരിയ. എവിടെയാണോ നമുക്ക് ബ്രിക്സ് ഫില്ല് ചെയ്യേണ്ടത് ആ ഏരിയയിലേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ടിടുക. ക്ലിയർ ആയോ? ദെൻ റിലീസ് ദ മൗസ് ബട്ടൺ. എന്നിട്ട് എന്ത് ചെയ്യുക? മൗസ് ബട്ടൺ റിലീസ് ചെയ്യുക. ഓക്കെ, അപ്പം അതായത് മൗസ് ബട്ടണിൽ നിന്ന് നമ്മളങ്ങ് കൈയെടുക്കുക. ദെൻ ദ ബ്രിക്സ് എഫക്റ്റ് വിൽ ബി അപ്ലൈഡ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ബ്രിക്സ് എഫക്റ്റ് അവിടെ അപ്ലൈഡ് ആവും. നമ്മൾ കൊടുത്ത സാധനം അവിടെ അപ്ലൈഡ് ആവും. ആൻഡ് യു ക്യാൻ ഓൾസോ പ്ലേസ് എ സിംഗിൾ ബ്രിക്ക് വിത്ത് 1 ക്ലിക്ക്. അതായത് ഒരു ക്ലിക്കിൽ നമുക്ക് ഒരു സിംഗിൾ ബ്രിക്ക് അവിടെ പ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ബ്രിക്സ് എഫക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ടൂൾ ബാറിൽ നിന്ന് മാജിക് ടൂൾ എടുക്കുക. മാജിക് ടൂൾ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് മാജിക് സബ് ടൂൾ ബാർ ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ബ്രിക്സ് എന്ന് പറയുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഡ്രോയിങ് ഏരിയയിൽ നമ്മൾ നമ്മുടെ കേഴ്സർ കൊണ്ട് വെക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? കേഴ്സർ എന്തിലേക്ക് ചേഞ്ച് ചെയ്യും? മാജിക് വാൻഡിലേക്ക് ചേഞ്ച് ചെയ്യും. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? പ്രസ് ദ ലെഫ്റ്റ് മൗസ് ബട്ടൺ. മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് എവിടെയാണോ ബ്രിക്സ് എഫക്റ്റ് വേണ്ടത് ആ റിക്വയർഡ് ഏരിയയിലേക്ക് നമ്മൾ ഡ്രാഗ് ചെയ്തുകൊണ്ട് വരിക. ഓക്കെ, ദെൻ ഫിഫ്ത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? റിലീസ് ദ മൗസ് ബട്ടൺ. ദെൻ എന്ത് ചെയ്യുക? മൗസ് ബട്ടൺ റിലീസ് ചെയ്യുക. ഓക്കെ, ദ ബ്രിക്സ് എഫക്റ്റ് വിൽ ബി അപ്ലൈഡ്. അപ്പോൾ എന്ത് സംഭവിക്കും? ബ്രിക്സ് എഫക്റ്റ് അപ്ലൈഡ് ആവും. ആൻഡ് യു ക്യാൻ ഓൾസോ പ്ലേസ് എ സിംഗിൾ ബ്രിക്സ് വിത്ത് 1 ക്ലിക്ക്. അതുപോലെ തന്നെ പിന്നെ എന്താ പറഞ്ഞാൽ ഒരു ക്ലിക്കിൽ ഒരു സിംഗിൾ ബ്രിക്ക് നമുക്കവിടെ പ്ലേസ് ചെയ്യാനായിട്ടും പറ്റും. കണ്ടോ? ബ്രിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് കട്ടകളെ ബ്രിക്സ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കണ്ടാറ് നമ്മൾ ഈ വീട് പണിയാനൊക്കെ കട്ടകൾ ഉപയോഗിക്കത്തില്ല, അത് ഏകദേശം ആ ഒരു മോഡലിൽ ചുമന്ന ചുടുകട്ട എന്നൊക്കെ പറയും ഇല്ലേ? അതിനൊക്കെ നമ്മൾ ബ്രിക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഷേപ്പിലുള്ള അതിനെയാണ് നമ്മൾ ബ്രിക്സ് എന്ന് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. കണ്ടാൽ തന്നെ അറിയാം ആ ഒരു ഷേപ്പിലാണ്. കണ്ടോ? ക്ലിയർ ആയല്ലോ? അപ്പോൾ ബ്രിക്സ് എഫക്റ്റ് എങ്ങനെയാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ?
ഓക്കെ, പിക്ചർ കണ്ടോ? ബ്രിക്സ് എഫക്റ്റ് വന്നിട്ടുണ്ട്. ക്ലിക്ക് ആൻഡ് മൂവ് ടു ഡ്രാഗ് സ്മോൾ ബ്രിക്സ്, ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്രിക്സ് എഫക്റ്റ് എന്താണെന്ന് മനസ്സിലായത്? അതായത് ചുടുകട്ടകളിങ്ങനെ അടുപ്പിച്ച് ഫില്ല് ചെയ്തിരിക്കുന്ന പോലെ നമുക്ക് ആവശ്യമുള്ള അത്രയും റിക്വേർഡ് ഏരിയയിൽ നമുക്കത് കൊടുക്കാനായിട്ട് പറ്റും. ഇതാണ് ബ്രിക്സ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഗ്രാസ് എഫക്റ്റ്. നെക്സ്റ്റ് വൺ എന്താണ്? ഗ്രാസ് എഫക്റ്റ്. ഓക്കെ, ഇനി ഗ്രാസ് എഫക്റ്റ് എന്താണെന്ന് നോക്കാം. യു ക്യാൻ യൂസ് ദ ഗ്രാസ് എഫക്റ്റ് ടു ഡ്രോ ബ്യൂട്ടിഫുൾ സീനറീസ് ഓർ ലാൻഡ്സ്കേപ്പ്. അപ്പോൾ ഗ്രാസ് എഫക്റ്റ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സീനറീസൊക്കെ നമുക്ക് വരയ്ക്കണം. അതായത് നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പറയും ചെടിയുടെ അടുത്ത് നിന്ന് എടുക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ മാറി എടുക്കാം, അവിടെ നല്ല സീനറിയാണെന്ന് പറയുന്നത്. അതായത് പ്രകൃതി ഭംഗി, മനസ്സിലായോ? നമുക്ക് കാണാൻ പറ്റുന്ന എന്ന് പറയുന്ന പോലെ ഒരു പച്ചിപ്പും അങ്ങനെയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, നമുക്ക് പിക്ചേഴ്സ് ഡ്രോ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഗ്രാസ് എഫക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് സീനറീസ്, പ്രകൃതിയൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് വരയ്ക്കാൻ വേണ്ടി. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, നല്ലൊരു സീനറി, മനസ്സിലായോ? അതായത് നമുക്ക് ചെടികളും പൂക്കളും അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള ഒരു സീനറീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഗ്രാസ് എഫക്റ്റ് യൂസ് ചെയ്യുന്നത്. ദ ഗ്രാസ് എഫക്റ്റ് ലെറ്റ്സ് യു ആഡ് ഗ്രാസ് ടു യുവർ പിക്ചേഴ്സ്. അല്ലെ, ഗ്രാസ് എഫക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ പിക്ചേഴ്സിലേക്ക് ഗ്രാസ് ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഗ്രാസ് പറഞ്ഞാൽ അറിയാമല്ലോ, എന്താ? പുല്ലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രാസ് എന്ന് പറയുന്നത്, കേട്ടോ. പച്ച കളറിൽ, ഗ്രീൻ കളറിൽ നമുക്കറിയത്തില്ലേ, അതാ പുല്ലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ പിക്ചേഴ്സിൽ നമുക്ക് ഗ്രാസ് എഫക്റ്റ് അല്ലെങ്കിൽ ഗ്രാസസ് ഒക്കെ നമുക്ക് വരയ്ക്കണമെങ്കിൽ എന്ത് യൂസ് ചെയ്താൽ മതി? ഗ്രാസ് എഫക്റ്റ് നമ്മൾ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ ഹൗ ടു യൂസ് ദ ഗ്രാസ് എഫക്റ്റ്. എങ്ങനെയാണ് ഇനി ഗ്രാസ് എഫക്റ്റ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓൺ ദി ടൂൾ ബാർ ക്ലിക്ക് ദ മാജിക് ടൂൾ. ആദ്യം എന്ത് ചെയ്യുക? ടൂൾ ബാറിൽ മാജിക് ടൂള് ക്ലിക്ക് ചെയ്യാം. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഓൺ ദ മാജിക് സബ് ടൂൾ ബാർ ക്ലിക്ക് ദി ഗ്രാസ് എഫക്റ്റ്. അതിലെന്ത് ഗ്രാസ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ആ ബട്ടൻ്റെ ഇത് നോക്കണം, പിക്ചർ നോക്കണം. ഒരു പുല്ലിൻ്റെ പോലത്തെ ഇങ്ങനെ അങ്ങനത്തെ ഒരു സൈസ് ഐക്കണാണ് കേട്ടോ, ഗ്രാസ്. കേട്ടോ, ക്ലിയർ ആയിട്ട് നോക്കണം. ഇതിൻ്റെ അകത്ത് അത്ര ക്ലിയർ അല്ല, നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കണം, കേട്ടല്ലോ. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ടൂൾ ബാറിൽ പോകുന്നു, മാജിക് ടൂൾ സെലക്ട് ചെയ്യുന്നു. അപ്പം മാജിക് സബ് ടൂൾ ബാർ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിന്നും ഗ്രാസ് എഫക്റ്റ് എന്ന് പറയുന്ന ഐക്കൺ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ തേർഡ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്ലേസ് ദ കേഴ്സർ ഇൻ ദ ഡ്രോയിങ് ഏരിയ. തേർഡ് എന്താണ്? ഡ്രോയിങ് ഏരിയയിലേക്ക് കേഴ്സർ പ്ലേസ് ചെയ്യാം. ദെൻ ദ കേഴ്സർ ചേഞ്ചസ് ടു എ മാജിക് വാൻഡ്. അപ്പോൾ കേഴ്സർ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്ത് മാജിക് വാൻഡിലേക്ക് വരും. അതായത് ആ ഒരു ഇവിടെ ബ്രഷില്ല, ഇതോ ലാസ്റ്റ് നമ്മൾ ബ്രിക്സ് എഫക്റ്റ് നമുക്ക് മാജിക് വാൻഡിൻ്റെ അകത്ത് ആ മാജിക് വാൻഡിൻ്റെ ആ ഷേപ്പ് കാണിച്ചു തരുന്നു അല്ലേ? ഒരു ചെറിയൊരു ബ്രഷ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ കേഴ്സർ എന്തിലേക്ക് ചേഞ്ച് ചെയ്യും? മാജിക് വാൻഡിലേക്ക് ചേഞ്ച് ചെയ്യും. ദെൻ ഫോർത്ത് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രസ് ദ ലെഫ്റ്റ് മൗസ് ബട്ടൺ ആൻഡ് ഡ്രാഗ് ടു ഫിൽ ദ റിക്വേർഡ് ഏരിയ. മറ്റേതുപോലെ ബ്രിക്സ് എഫക്റ്റ് നമ്മൾ ചെയ്തതുപോലെ തന്നെ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് എവിടെയാണോ നമുക്ക് ഗ്രാസ് എഫക്റ്റ് വേണ്ടേ അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഡ്രാഗ് ചെയ്തത് ഫില്ല് ചെയ്യുക. ഓക്കെ, ദെൻ റിലീസ് ദ മൗസ് ബട്ടൺ. അതിനുശേഷം എന്ത് ചെയ്യുക? മൗസ് ബട്ടൺ റിലീസ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഗ്രാസ് എഫക്റ്റ് അപ്ലൈഡ് ആയിട്ട് കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ എങ്ങനെയാണ് ഗ്രാസ് എഫക്റ്റ് യൂസ് ചെയ്യുന്നത്? ടൂൾ ബാറിൽ പോവുക, ടൂൾ ബാറിൽ നിന്ന് മാജിക് ടൂൾ സെലക്ട് ചെയ്യുക. മാജിക് ടൂൾ സെലക്ട് ചെയ്യുമ്പം മാജിക്കിൻ്റെ സബ് ടൂൾ ബാർ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിന്നും ഗ്രാസ് എഫക്റ്റ് എന്ന് പറയുന്ന ഐക്കൺ സെലക്ട് ചെയ്യാം. ദെൻ തേർഡ് വൺ പറയുന്നത് എന്താണ്? പ്ലേസ് ദ കേഴ്സർ ഇൻ ദ ഡ്രോയിങ് ഏരിയ. ഡ്രോയിങ് ഏരിയയിലേക്ക് കേഴ്സർ പ്ലേസ് ചെയ്യുക. സോ ദ കേഴ്സർ എന്തിലേക്ക് ചേഞ്ച് ചെയ്യും? മാജിക് വാൻഡായിട്ട് ചേഞ്ച് ചെയ്യുന്നു. ദെൻ പ്രസ് ദ ലെഫ്റ്റ് മൗസ് ബട്ടൺ. മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക ആൻഡ് ഡ്രാഗ് ടു ഫിൽ ദ റിക്വേർഡ് ഏരിയ. എന്നിട്ട് നമുക്ക് എവിടെയാണോ ഫില്ല് ചെയ്യേണ്ടത് ആ റിക്വേർഡ് ഏരിയയിലേക്ക് ഡ്രാഗ് ചെയ്യുക. ദെൻ
എന്ത് ചെയ്യുക, റിലീസ് ദി മൗസ് ബട്ടൺ. ദെൻ എന്നിട്ട് എന്ത് ചെയ്യുക, മൗസ് ബട്ടണിൽ നിന്നും കൈയെടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഗ്രാസ് എഫക്റ്റ് അപ്ലൈഡ് ആയിട്ട് കിട്ടും. കണ്ടോ, ഗ്രാസ് എഫക്റ്റിൻ്റെ പിക്ചർ കണ്ടോ, ഇങ്ങനെ വരും. ഇപ്പോൾ ഇവിടുത്തെ താഴെയായിരുന്നു ഗ്രാസ് എഫക്റ്റ് വരണ്ടേ, സോ താഴെ എല്ലാം വന്നത് കണ്ടോ. ക്ലിയർ ആയോ? ഇതാണ് ഗ്രാസ് എഫക്റ്റിൻ്റെ പിക്ചർ. ഓക്കെ, അപ്പം നമ്മൾ മാജിക് ടൂളിൻ്റെ അകത്ത് എന്തൊക്കെ പഠിച്ചു? 2 എഫക്റ്റ് പഠിച്ചു, ബ്രിക്സ് എഫക്റ്റും പഠിച്ചു, ഗ്രാസ് എഫക്റ്റും പഠിച്ചു. ഇനി നെക്സ്റ്റ് എഫക്റ്റ് എന്തെന്നറിയാമോ? യൂസിങ് സ്റ്റാമ്പ്സ് ഇനി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. മാജിക് ടൂളിൽ സ്റ്റാമ്പുകൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ഇനിയും നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കിക്കേ, ദ സ്റ്റാമ്പ് ടൂൾ ഈസ് യൂസ്ഡ് ടു ആഡ് റെഡിമെയ്ഡ് പിക്ചേഴ്സ് ടു യുവർ ഡ്രോയിങ്സ്. അതായത് സ്റ്റാമ്പ് ടൂൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പിക്ചേഴ്സിൽ റെഡിമെയ്ഡായിട്ട്, അതായത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ പിക്ചേഴ്സ്, അത് നമുക്ക് നമ്മുടെ ഡ്രോയിങ്ങിൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റാമ്പ് ടൂൾ യൂസ് ചെയ്യുന്നത്. ദീസ് റെഡിമെയ്ഡ് പിക്ചേഴ്സ് ആർ കോൾഡ് സ്റ്റിക്കേഴ്സ്. ഈ റെഡിമെയ്ഡ് പിക്ചേഴ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? സ്റ്റിക്കേഴ്സ് എന്ന് പറയും. നിങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ടീച്ചർ പറഞ്ഞുതരാം. നമ്മൾ വാട്സാപ്പിൽ ഇപ്പം നിങ്ങൾ കുഞ്ഞുങ്ങൾ വേറെ ആർക്കെങ്കിലും ചാറ്റ് ചെയ്യുക, സംസാരിക്കുക, അപ്പം നമ്മളൊരു സ്മൈലി അവർക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്മൈലി എന്ന് പറയുന്നത് എന്താണ്? ഓൾറെഡി അവിടെ ഉള്ള സ്റ്റിക്കറാണ് അല്ലേ? അതാണ് റെഡിമെയ്ഡ് സ്റ്റിക്കർ. മനസ്സിലായോ? അപ്പം നമുക്കൊന്ന് ചിരിക്കുന്നത് പോലെ കാണിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് യൂസ് ചെയ്യും? ചിരിക്കുന്ന സ്മൈലി എടുത്തിട്ട് അല്ലേ? അപ്പോൾ ചിരിക്കുന്ന സ്മൈലി അവൾ ഓൾറെഡി അവിടെ ഉണ്ട്. ദാറ്റ് ഈസ് റെഡിമെയ്ഡ് പിക്ചർ ആൻഡ് ദാറ്റ് ഈസ് സ്റ്റിക്കേഴ്സ്. അതിനെ മനസ്സിലായി. ഇപ്പോൾ എന്താണ് റെഡിമെയ്ഡ് പിക്ചേഴ്സ് എന്നും എന്താണ് സ്റ്റിക്കേഴ്സ് എന്നും മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള റെഡിമെയ്ഡായിട്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പിക്ചേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഹൗ ടു യൂസ് ദ സ്റ്റാമ്പ് ടൂൾ. ഇനി എങ്ങനെയാണ് സ്റ്റാമ്പ് ടൂൾ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഓൺ ദി ടൂൾ ബാർ ക്ലിക്ക് ദി സ്റ്റാമ്പ് ടൂൾ. അപ്പം ഇനി എന്ത് ചെയ്യുക? നേരത്തെ ബ്രിക്സ് എഫക്റ്റിനും ഗ്രാസ് എഫക്റ്റിനും നമ്മൾ എന്ത് ചെയ്തു? ടൂൾ ബാറിൽ നിന്ന് മാജിക് ടൂളായിരുന്നു സെലക്ട് ചെയ്തേ. ദെൻ അതിൽ നിന്നായിരുന്നു നമ്മൾ എന്തെടുത്തേ? ബ്രിക്സ് എഫക്റ്റും ഗ്രാസ് എഫക്റ്റും എടുത്തേ. എന്നാൽ സ്റ്റാമ്പ് ടൂളിൽ നമ്മൾ എന്താ എടുക്കണ്ടേ? ടൂൾ ബാറിൽ നിന്നും ക്ലിക്ക് ദി സ്റ്റാമ്പ് ടൂൾ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. ദെൻ ഓൺ ദി സ്റ്റാമ്പ്സ് സബ് ടൂൾ ബാർ. അപ്പം സ്റ്റാമ്പ് ടൂൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ സബ് ടൂൾ ബാർ ഓപ്പൺ ആയിട്ട് വരും. ഈ സ്റ്റാമ്പ് ടൂളിൻ്റെ പിക്ചർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണും. ഏകദേശം ഒരു സ്റ്റാമ്പ് മോഡലാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് നോക്കി ക്ലിയർ ആയിട്ട് ഐക്കൺസ് നോക്കണേ. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? സ്റ്റാമ്പ് ടൂൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ അകത്തുനിന്നും സ്റ്റാമ്പ്സ് സബ് ടൂൾ ബാർ ഓപ്പൺ ആയിട്ട് വരും. ദെൻ ക്ലിക്ക് ദ സ്റ്റാമ്പ് യു വാണ്ട് ടു യൂസ്. നമുക്ക് ഏത് ടൈപ്പ് സ്റ്റാമ്പാണോ വേണ്ടത് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ദി സ്റ്റാമ്പ് യു വാണ്ട് ടു യൂസ്. നമുക്ക് ഉപയോഗിക്കാൻ വേണ്ട സ്റ്റാമ്പ് അതിൽ നിന്നും ക്ലിക്ക് ചെയ്തെടുക്കുക. ദെൻ തേർഡ് വൺ എന്താ പറയുന്നത്? പ്ലേസ് ദ കേഴ്സർ ഇൻ ദ ഡ്രോയിങ് ഏരിയ. ഡ്രോയിങ് ഏരിയയിലേക്ക് കേഴ്സർ പ്ലേസ് ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും? ദ കേഴ്സർ ചേഞ്ചസ് ടു ദ ഔട്ട്ലൈൻ ഓഫ് യുവർ സെലക്റ്റഡ് സ്റ്റാമ്പ്. അപ്പം ഈ കേഴ്സർ ഇപ്പം നമ്മൾ കേഴ്സർ എന്തായിട്ട് ചേഞ്ച് ചെയ്യും? ഈ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റാമ്പിൻ്റെ ഔട്ട്ലൈനായിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനസ്സിലായോ? ഇപ്പം നമ്മളൊരു സ്റ്റാമ്പ് സെലക്ട് ചെയ്തെങ്കിൽ അതിൻ്റെ ഔട്ട്ലൈൻ പിക്ചറായിട്ടായിരിക്കും കേഴ്സർ ഡ്രോയിങ് ഏരിയയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ വീട്ടിൽ കമ്പ്യൂട്ടറൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണേ. ഓക്കെ, ദെൻ ഫോർത്ത് സ്റ്റെപ്പ് എന്താ പറയുന്നത്? പ്രസ് ദ ലെഫ്റ്റ് മൗസ് ബട്ടൺ ടു ആഡ് ദ സ്റ്റിക്കർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ആൻഡ് യു ക്യാൻ ആഡ് ആസ് മെനി സ്റ്റിക്കേഴ്സ് ആസ് യു വാണ്ട്. അപ്പോൾ എത്ര വട്ടം നമ്മൾ പ്രസ് ചെയ്യുന്നോ അത്രയും സ്റ്റിക്കേഴ്സ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ സ്റ്റാമ്പ് ടൂൾ ബാറിൽ എന്താ പഠിച്ചത്? നമുക്ക് റെഡിമെയ്ഡ് പിക്ചേഴ്സ് നമ്മുടെ ഡ്രോയിങ്ങിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സ്റ്റാമ്പ് ടൂൾ ബാർ യൂസ് ചെയ്യാം.
ഓക്കെ, ഇനി എങ്ങനെയാണ് സ്റ്റാമ്പ് ടൂൾ ബാർ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ടൂൾ ബാറിൽ സ്റ്റാമ്പ് ടൂൾ എന്ന് പറയുന്ന ഐക്കൺ സെലക്ട് ചെയ്യുന്നു. ദെൻ ഓൺ ദി സ്റ്റാമ്പ്സ് സബ് ടൂൾ ബാർ, സ്റ്റാമ്പിൻ്റെ സബ് ടൂൾ ബാറിൽ ക്ലിക്ക് ദി സ്റ്റാമ്പ് യു വാണ്ട് ടു യൂസ്, നമുക്ക് യൂസ് ചെയ്യേണ്ട സ്റ്റാമ്പ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ദെൻ കേഴ്സർ, ഡ്രോയിങ് ഏരിയയിലേക്ക് കേഴ്സർ പ്ലേസ് ചെയ്യുക. അപ്പോൾ കേഴ്സർ എന്തായിട്ട് മാറും, നമ്മൾ സെലക്ട് ചെയ്ത സ്റ്റാമ്പിൻ്റെ ഔട്ട്ലൈൻ പിക്ചറായിട്ട് വരും. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, എത്ര സ്റ്റിക്കേഴ്സ് നമുക്ക് വേണോ അത്രയും പ്രാവശ്യം നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സ്റ്റിക്കേഴ്സ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഈ പിക്ചർ കണ്ടോ, ഇതാണ് സ്റ്റാമ്പ് എഫക്റ്റ്. ഇതിൻ്റെ അകത്ത് ഏതൊക്കെ സ്റ്റാമ്പ്സാണ് യൂസ് ചെയ്യുന്നത്, മഷ്റൂമിൻ്റെ സ്റ്റാമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, ഐസ്ക്രീമിൻ്റെ സ്റ്റാമ്പ് യൂസ് ചെയ്തു, കേക്ക് യൂസ് ചെയ്തു. അപ്പോൾ പലതരത്തിലുള്ള സ്റ്റാമ്പ്സ് സൈഡിലുണ്ടല്ലേ. അതിൽ നിന്ന് നമുക്ക് ഏതാണോ നമ്മുടെ ഡ്രോയിങ്ങിന് ആവശ്യം അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇട്ടാൽ മതി. ഇപ്പോൾ ഇവിടെ ഒരു ഔട്ട്ലൈൻ കണ്ടോ, മഷ്റൂമിൻ്റെ ഒരു ഔട്ട്ലൈൻ പോലെ കണ്ടോ, ഇതാണ് ആദ്യം വന്ന് കിടക്കുന്നത്. കേഴ്സർ നമ്മൾ കൊണ്ട് വെക്കുമ്പോൾ, നമ്മൾ സ്റ്റാമ്പ് സെലക്ട് ചെയ്തിട്ട് കേഴ്സർ കൊണ്ട് ഡ്രോയിങ് ഏരിയയിലേക്ക് വെക്കുമ്പോൾ ഇതേപോലെ ഔട്ട്ലൈൻ ആയിരിക്കും നമുക്ക് കാണുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്സ് ക്ലിയർ ആയിട്ട് നോക്കുക. മാജിക് ടൂള്, ദെൻ ബ്രിക്സ് എഫക്റ്റ്, ഗ്രാസ് എഫക്റ്റ്, ദെൻ സ്റ്റാമ്പ് എഫക്റ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ എക്സസൈസും അതുപോലെ സെപ്പറേറ്റ് നോട്ട്സും തരുന്നതായിരിക്കും. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.